ഹായ് ഓൾ. ക്രിസ്റ്റഫർ നോളന്റെ ഒഡിസി മൂവിയിലെ ഒഡീഷ്യസ്, ഹെലൻ, രാമായണം ട്രെയിലറിലെ സീതാരാമൻ എന്നീ കഥാപാത്രങ്ങൾ വിമർശിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ സിനിമാ നിരൂപണത്തെയും സാഹിത്യ നിരൂപണത്തെയും ബന്ധപ്പെടുത്തുന്ന ഏതാനും ചില വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ചേർക്കുന്നത്. സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അത് വിമർശന വിധേയമാകുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. ഒരു ഉദാഹരണമായി പറയാവുന്നത് 1946 ജെയിംസ് സ്റ്റിവാർട്ട്, ഡോണ റീഡ്, ലയണൽ ബാരി മൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫ്രാങ്ക് ക്യാപ്രോ സംവിധാനം ചെയ്ത ഇറ്റ്സ് എ വണ്ടർഫുൾ ലൈഫ് എന്ന ഇംഗ്ലീഷ് മൂവിയാണ്. കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള നിരീക്ഷണങ്ങൾ ആയതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഉണ്ടാവും. ജീവിതത്തിൽ തൻ്റെതായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് കൂടിയും അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ ബാങ്കിംഗ് സ്ഥാപനം ഏറ്റെടുക്കേണ്ടി വരുന്ന ജോർജ് ബെയ്ലി എന്ന നായക കഥാപാത്രം പിന്നീട് അച്ഛൻ്റെ തന്നെ ശത്രുവായിരുന്ന പോർട്ടേഴ്സ് കാരണം കടക്കെണിയിലാകുന്നു. അവരുടെ ബാങ്കിന്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കുകയും ഇൻവെസ്റ്റേഴ്സിന് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അത് പോലീസ് കേസിൽ വരെ എത്തിപ്പെടുകയും ചെയ്യുന്നു. തൻ്റെ ഗർഭിണിയായ ഭാര്യയെയും മക്കളെയും തൻ്റെ ഈ ദുരവസ്ഥ ബാധിച്ചേക്കുമോ എന്ന ആശങ്കയിൽ ജോർജ് ബെയ്ലി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നു. സിനിമയിലെ ഈ ക്രൂഷ്യൽ മൊമെന്റിലാണ് ക്ലാരൻസ് ഓട്ട്ബഡി എന്ന സ്വർഗത്തിലെ മാലാഖ പ്രത്യക്ഷപ്പെടുന്നത്. ഭൂമിയിലെ ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ അത്തരം തിന്മ പ്രവൃത്തികളിൽ നിന്നും രക്ഷപ്പെടുത്താനാകാത്തതുകൊണ്ടാണത്രേ ചിറകില്ലാത്ത ഒരു സെക്കൻഡ് ക്ലാസ് ഏഞ്ചലായി ക്ലാരൻസ് ഓട്ട്ബഡി മാറുന്നത്. കൂട്ടുകാരുടെ പരിഹാസങ്ങൾക്ക് ഇരയാകേണ്ടി വരുമ്പോൾ തൻ്റെ ചിറകുകൾ വീണ്ടെടുക്കാനായി നമ്മുടെ മാലാഖ ഭൂമിയിൽ വരികയും വളരെ രസകരമായി ജോർജ് ബെയ്ലിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്യുന്നതാണ് കഥാന്ത്യം. ഏഞ്ചൽ തൻ്റെ അത്ഭുത സിദ്ധികളിലൂടെയാണ് അത് സാധിച്ചു കൊടുക്കുന്നത്. അതിനായി ഏഞ്ചൽ ജോർജ് ബെയ്ലി ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു കൊടുക്കുന്നു. തനിക്ക് ഈ ഭൂമിയിൽ ജനിക്കണ്ടായിരുന്നു എന്ന ജോർജ് ബെയ്ലിയുടെ നിരാശാജനകമായ വാക്കുകളോട് ഏഞ്ചൽ പ്രതികരിക്കുന്നത് തൻ്റെ മായയാൽ തീർത്ത ജോർജ് ബെയ്ലി ജനിച്ചിട്ടില്ലാത്ത ഒരു ലോകത്തെ ഒരു തിരശ്ശീലയിൽ എന്ന പോലെ അയാൾക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. പിന്നീട് മാറിയ മായാലോകത്ത് ജോർജ് ബെയ്ലി കാണുന്നത് തൻ്റെ കുട്ടിക്കാലത്ത് താൻ മരണത്തിൽ നിന്നും രക്ഷിച്ച അനുജൻ ഉൾപ്പെടെയുള്ളവരുടെ ശവകുടീരങ്ങളാണ്. അത് അയാളെ വല്ലാതെ തളർത്തുന്നു. തൻ്റെ ഉറ്റവരായ ഭാര്യയോ അമ്മയോ സുഹൃത്തുക്കളോ അയാളെ തിരിച്ചറിയുന്നില്ല. തൻ്റെ ബന്ധങ്ങളൊന്നും ഇപ്പോഴില്ല എന്നുകൂടിയാകുമ്പോൾ അയാൾക്ക് സ്നേഹിക്കപ്പെടാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുമുള്ള ആഗ്രഹം തിരികെ എത്തുന്നു. ഇത്രയും മനോഹരമായ ഒരു പ്ലോട്ട് ആയിരുന്നിട്ട് കൂടി ആ മൂവി ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു. അതിനുള്ള കാരണം ക്ലാരൻസ് ഓട്ട്ബഡി എന്ന മാലാഖയെ സംവിധായകൻ അവതരിപ്പിച്ച രീതിയിൽ പ്രേക്ഷകർക്കുണ്ടായ വിയോജിപ്പായിരുന്നു. ചിറകുകളില്ലാത്ത സാധാരണ ഒരു മനുഷ്യനെ പോലെ ഇരിക്കുന്ന സോഫ്റ്റ് സ്പോക്കണായ വൃദ്ധനായ ഒരു ഏഞ്ചലിനെ പ്രേക്ഷകർക്ക് അംഗീകരിക്കാനാകാത്തതായിരുന്നു അതിന് കാരണം. എന്നാൽ പിന്നീട് ഇതേ മൂവി കോപ്പിറൈറ്റ് നിയമങ്ങൾ ലംഘിച്ച് ലോക്കൽ TV ചാനലുകളിൽ ലീക്കാവുന്നു. എല്ലാ ക്രിസ്മസിനും ആഘോഷിക്കപ്പെടുന്ന സിനിമയും പ്രേക്ഷകർ നെഞ്ചോട് ചേർക്കുന്ന കഥാപാത്രവുമായി അതിലെ ഏഞ്ചലും മാറുന്നു. പ്രേക്ഷകരുടെ ഏഞ്ചലിനെ പ്രതിയുള്ള ഈ മാറിയ ചിന്താഗതിക്ക് കാരണമായത് 1947 രണ്ടാം ലോക മഹായുദ്ധമായിരുന്നു. യുദ്ധക്കെടിയതയും അതിനെ തുടർന്നുണ്ടായ ഭീകരമായ ഒറ്റപ്പെടലും മനുഷ്യനെ തളർത്തിയ പശ്ചാത്തലത്തിലാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ വിഷമഘട്ടത്തിൽ അവനെ സഹായിക്കാനായി മനുഷ്യരൂപത്തിൽ തന്നെ എത്തിയ ഏഞ്ചലിനെ സിനിമ എന്ന മാധ്യമത്തിലൂടെ അവർ കാണുന്നത്. അങ്ങനെ അവർക്ക് ആ വേറിട്ട ഏഞ്ചൽ ഒരു ആശ്വാസമായി മാറുന്നു. ഒരു കലാസൃഷ്ടിയെ അഥവാ കഥാപാത്രത്തെ അതിനു മുമ്പ് വരെ നിലനിന്നിരുന്ന ചില മാതൃകകളെ അടിസ്ഥാനപ്പെടുത്തി വിലയിരുത്തുകയും പിന്നീട് കാലാതീതമായ ചില പ്രതിഭാസങ്ങളോ സംഭവങ്ങളോ കാരണം അതേ കലാസൃഷ്ടി പ്രേക്ഷകനെ മാറ്റി ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഈ മൂവിയിലെ ഏഞ്ചൽ കഥാപാത്രത്തെ കാണാം. സിനിമ പോലും ഇറങ്ങിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ രാമായണം ട്രെയിലറിൽ സീതയ്ക്കും രാമനും ദൈവികമായ പരിവേഷം അല്പം കുറവാണ് എന്ന് പറയുന്നവരും ഒരുപക്ഷെ പൂർവ്വകാല ദൃശ്യാനുഭവങ്ങൾ തീർത്ത ചില ആസ്വാദന രീതികളിൽ തളയ്ക്കപ്പെട്ടതുകൊണ്ടാവാം. തങ്ങൾ കണ്ടുപരിചയിച്ച കഥാപാത്രങ്ങളുടെ രീതികളോ രൂപസാദൃശ്യമോ കാണാൻ കഴിയാത്തതിലുള്ള നിരാശയുമാകാമത്. ഇനി ഒഡിസി മൂവിയിലേക്ക് വരാം. ഒഡിസി മൂവിയിലെ കഥാപാത്രങ്ങളുടെ അവതരണ രീതിക്കും ക്രിസ്റ്റഫർ നോളന്റെ കഥാവതരണത്തിനും വലിയ രീതിയിലുള്ള വിമർശനമാണ് എമിലി വിൽസൺ ഉയർത്തുന്നത്. ഹോമറിന്റെ ഒഡിസിയുടെ ട്രാൻസ്ലേറ്റർ കൂടിയായ എമിലി വിൽസൺ ചിത്രത്തിന്റെ പ്രമോഷൻ സമയത്തും തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. ക്രിസ്റ്റഫർ നോളൻ വിൽസന്റെ ട്രാൻസ്ലേഷനിലെ തന്നെ ഒരു വരി പൊതുവേദിയിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് ഒഡിസി എന്ന തന്റെ മൂവിക്ക് ഇൻസ്പിറേഷനായി വിൽസന്റെ ട്രാൻസ്ലേഷനെ കാണുന്നത്. എന്നാൽ മൂവി ഇറങ്ങിയപ്പോൾ കാലിപ്സോ, പെനലപ്പി, ഹെലൻ, എഥീന എന്നീ സ്ത്രീ കഥാപാത്രങ്ങളെ അശക്തരായും അവർ അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കാതെയുമാണ് നോളൻ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന ആക്ഷേപമാണ് എമിലി വിൽസൺ പങ്കുവെക്കുന്നത്. ഹെലന്റെ കാസ്റ്റിംഗിനെ അംഗീകരിക്കുന്നുവെങ്കിലും
ആ കഥാപാത്രത്തെ നോളൻ അധികം സ്ക്രീൻ ടൈമോ ഡയലോഗുകളോ ഇല്ലാതെ അവതരിപ്പിച്ചതിനും വിൽസൺ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കാവ്യഭംഗിയേറുന്ന വാക്കുകൾ കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും ഒഡീഷ്യസിനെ വശീകരിച്ച കലിപ്സോയെ കേവലം യുദ്ധഭീതിയിൽ വിഷാദമൂകനായ ഒഡീഷ്യസിനെ സമീപിച്ച ഒരു തെറാപ്പിസ്റ്റിനെ പോലെയാണ് നോളൻ ചിത്രീകരിച്ചിരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഹോമറിന്റെ തന്നെ ഒഡീസിയിലെ പുരുഷ കേന്ദ്രീകൃതമായ ചില ആശയങ്ങളെ, വരികളെ വ്യത്യാസപ്പെടുത്തിയായിരുന്നു എമിലി വിൽസൺ ഒഡിസി തർജ്ജമ ചെയ്തത്. എന്നാൽ കവിതയ്ക്ക് അനുകൂലമെന്ന് തോന്നിയ കാലാനുസൃതമായ അത്തരം മാറ്റങ്ങൾ നോളന്റെ ദൃശ്യാവിഷ്കാരത്തിൽ കാണാൻ കഴിയാത്തതിലുള്ള അസംതൃപ്തിയായിരിക്കാം അത്. 1973 ദ ആൻസൈറ്റി ഓഫ് ഇൻഫ്ലുവൻസ് എ തിയറി ഓഫ് പോയട്രി എന്ന കൃതിയിലും സമാനമായ ഒരാശയം പ്രശസ്ത അമേരിക്കൻ ക്രിട്ടിക് ഹരോൾഡ് ബ്ലൂം അവതരിപ്പിക്കുന്നുണ്ട്. കവിതയെ ചുറ്റിപ്പറ്റിയുള്ള പഠനത്തിലാണ് അദ്ദേഹം ആൻസൈറ്റി ഓഫ് ഇൻഫ്ലുവൻസ് എന്ന ആശയം പങ്കുവയ്ക്കുന്നത്. അതായത് ഒരു എഴുത്തുകാരൻ ഒരു സാഹിത്യ സൃഷ്ടിയിൽ ഏർപ്പെടുമ്പോൾ തനിക്ക് മുൻപേ വന്നുപോയ പ്രശസ്തരായ എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന എഴുത്തുകാരുടെ സൃഷ്ടികളോട് തൻ്റെ ഈ പുതിയ സൃഷ്ടിയെയും താരതമ്യം ചെയ്യപ്പെട്ടേക്കാമെന്ന തോന്നൽ അയാളിൽ ഒരു ആൻസൈറ്റി അഥവാ ആശങ്കയുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ സൃഷ്ടികൾ പൂർവികരുടെ കൃതികളുമായി വായനക്കാർ ഇടതട്ടിച്ച് വായിക്കുമ്പോൾ അനുഭവപ്പെട്ടേക്കാവുന്ന ആവർത്തനങ്ങളെ മറികടക്കാൻ അയാൾ ചില ബോധപൂർവ ശ്രമങ്ങൾ നടത്തുന്നു. ഇതിനെ ബ്ലൂം പൊയറ്റിക് മിസ്പ്രസൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തൻ്റെ കൃതികളെ പൂർവ്വകാല കൃതികളിൽ നിന്നും സ്വതന്ത്രമാക്കാൻ എഴുത്തുകാരൻ ബോധപൂർവം ജനകീയമായ അത്തരം പഴയകാല സാഹിത്യങ്ങളെ തെറ്റായി വായിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. എഴുത്തുകാരൻ തൻ്റെ സൃഷ്ടികൾ കൂടുതൽ ശ്രേഷ്ഠമാണെന്ന് ആക്കി തീർക്കുന്നത് അയാൾക്ക് മുന്നേ എഴുതപ്പെട്ട സൃഷ്ടികൾ കുറ്റമറ്റതല്ലെന്നും അതിൽ ചില അഴിച്ചുപണികൾ വേണമെന്ന രീതിയിൽ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടാണ്. ആറോളം അത്തരം പരീക്ഷണ രീതികളിലൂടെ അയാൾ തൻ്റെ സൃഷ്ടിയെ സ്വതന്ത്രമാക്കുന്നുവെന്നാണ് ബ്ലൂം പറയുന്നത്. അത്തരം എഴുത്തുകാരെ ഗ്രേറ്റ് പോയറ്റ്സ് എന്ന് ബ്ലൂം പോസിറ്റീവായി വിശേഷിപ്പിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കോപ്പി ക്യാറ്റ് ആകാതെ വ്യത്യസ്തത പുലർത്തുന്ന അത്തരം സൃഷ്ടികൾ എന്നും ജനശ്രദ്ധ നേടാൻ ഇടയുണ്ട് എന്നാണ് നമുക്കും മനസ്സിലാക്കാനാകുന്നത്. ഒരു ഉദാഹരണം എന്നോളം ബ്ലൂം നിർദ്ദേശിക്കുന്ന അത്തരമൊരു പരീക്ഷണ രീതി ഒരു മലയാളം സിനിമയിലെ കഥാവതരണവുമായി ചേർത്ത് വെച്ച് വായിക്കാം. ബ്ലൂമിന്റെ നിരീക്ഷണങ്ങൾ കവിതയെയും മറികടന്ന് മറ്റ് ജോണറുകളിലേക്കും വായിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് ലോക ചാപ്റ്റർ 1 ചന്ദ്രയിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ പരിശോധിക്കാം. മലയാളികൾക്ക് ഏറെ പരിചിതമായ വെള്ള സാരിയുടുത്ത് വശ്യമായ ചിരിയോടെ വന്ന് പിന്നെ തൻ്റെ തനിരൂപമായ ദംഷ്ട്രകളും അഴിച്ചിട്ട മുടിയുമായി അട്ടഹസിക്കുന്ന ചോറ് കുടിക്കുന്ന കളിയങ്കാട്ടു നീലി വ്യത്യസ്തമായ ലോകയിലെ ന്യൂജൻ യക്ഷിയായി മാറുമ്പോൾ പ്രേക്ഷകർ വൻ കയ്യടികളോടുകൂടിയാണ് അതിനെ വരവേൽക്കുന്നത്. മുത്തശ്ശി കഥകളിലൂടെ നാം പരിചയിച്ച ഒരു മിത്തിനെ തന്ത്രപൂർവമായി മാറ്റപ്പെട്ട പുത്തൻ ദൃശ്യാനുഭവമായി മികച്ച ഡിറക്ഷനോടെ നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒരു പുതിയ സെറ്റിങ്ങിൽ വന്നപ്പോൾ ആ സിനിമ നമുക്ക് ആസ്വാദ്യകരമായി മാറി. എമിലി വിൽസൺ ഹോമറിന്റെ വിഖ്യാതമായ കൃതി വിവർത്തനം ചെയ്തപ്പോഴും ക്രിസ്റ്റഫർ നോളൻ പിന്നീട് അത് ദൃശ്യവൽക്കരിച്ചപ്പോഴും പൂർവ്വകൃതിയിൽ നിന്നും സ്വതന്ത്രരാകാൻ നടത്തിയ തന്ത്രപരമായ ബോധപൂർവമായ ചില വേറിട്ട വായനകൾ നമുക്ക് കാണാൻ സാധ്യമാകും. ഒരു പ്രേക്ഷകനെന്ന നിലയിൽ നോളന്റെ സിനിമാ അനുഭവം, കഥാപാത്രങ്ങളുടെ കാസ്റ്റിംഗ്, സിനിമാറ്റോഗ്രഫി എല്ലാം തന്നെ ഹൃദ്യമായി തോന്നി. ഒരു പതിവ് ശൈലിയിലുള്ള മിത്തിനെ അതിൻ്റെ അമാനുഷികത നിറഞ്ഞ കഥാപാത്രങ്ങളിൽ നിന്നും മോചിതമാക്കുകയുമ്പോൾ ഏറെക്കുറെ സോഷ്യൽ റിയാലിറ്റിയോട് നീതി പുലർത്തുന്ന, മാറിയ കാലത്തോട് നീതി പുലർത്തുന്ന കഥാതന്തു വിലെത്തിക്കാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണമാണ് നോളന്റെ ഒഡിസി. ഈ കാലഘട്ടത്തിന് അനുയോജ്യനായ, അമാനുഷികതകളില്ലാത്ത, താൻ ഏർപ്പെട്ട യുദ്ധവിജയങ്ങളിൽ അത്രയ്ക്കൊന്നും അഭിമാനിക്കാത്ത, യുദ്ധത്തിന്റെ ഭീകരതയെ അതില്ലാണ്ടാക്കുന്ന അവിടുത്തെ ജനതയുടെ ദയനീയാവസ്ഥയെ ഉൾക്കൊണ്ട് തെല്ലൊന്ന് പശ്ചാത്തപിക്കുകയും ഉള്ളുലയ്ക്കുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരന്റെ പരിവേഷം ഒഡീഷ്യസിന് നൽകിയത് നോളന്റെ മനോഹരമായ ഒരു സങ്കല്പമായി തോന്നി. എന്നാൽ അതോടൊപ്പം നായകനോളം പ്രാധാന്യമർഹിക്കുന്ന പെനലപ്പി എന്ന കഥാപാത്രത്തെയും കുറച്ചുകൂടി വിശകലനം ചെയ്ത് മാറ്റങ്ങളോടെ അവതരിപ്പിക്കാമായിരുന്നുവെന്ന് തോന്നി. അതുപോലെ ഹെലൻ പോലെ പോപ്പുലറായ ഒരു കഥാപാത്രത്തിന് കുറച്ചുകൂടി സംഭാഷണ ശകലങ്ങൾ കൊടുത്ത് കുറച്ചുകൂടി ആസ്വാദ്യകരമാക്കാമെന്നും എനിക്ക് ഒരു അഭിപ്രായമുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തു തന്നെയായാലും കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ബൈ.